സെറ്റാക്കി പവർ ഗായ്സ് മെക്കമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മത്സരമാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ നല്ല കിടുക്കാച്ചി വേറെ ലെവൽ കണ്ടൻ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ടത് മാതിരി തന്നെ നമുക്ക് എങ്ങനെ റൈസ്റ്ററിൻ്റെ അപ്പുറം കളിക്കാം എന്ന ഒരു കണ്ടൻറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോൻ്റെ തുടക്കത്തിൽ നമ്മളൊരു അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും നമ്മൾ നമ്മളെ തംബ്നെയിൽ കണ്ടൻറ്റിക്ക് നേരിട്ട് കിടക്കാതെ നമ്മളൊരു വളഞ്ഞ വഴി സ്വീകരിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത അവസാനത്തൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നിങ്ങളിത് ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം തുടക്കം തന്നെ നമ്മളൊരു വേറെ ലെവൽ അക്കൗണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു 1.5 കളക്ഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്ത് അക്കൗണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ലാസ്റ്റേ പറയുന്നുള്ളൂ എന്തിനാണ് നമ്മൾ ഈ അക്കൗണ്ട് കാണിക്കുന്നതെന്നൊക്കെ. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് എന്തായാലും വാച്ച് ചെയ്യണം. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങളിപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് മാതിരി ഈ ഒരു കിടുക്കാച്ചി അക്കൗണ്ട് സെയിലിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2.5K, അതായത് 2500 രൂപക്കാണ് ഈ അക്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ തംബ്നെയിൽ വേറിട്ട് നമ്മളെ പറ്റിച്ചെന്ന്. അതൊന്നുമല്ല, നമ്മൾ തംബ്നെയിലോട്ട് നമ്മുടെ വിഷയം വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ഓൾഡ് അക്കൗണ്ടാണ്. അതായത് ലെവൽ നിങ്ങൾ നോക്കണ്ട, പഴയ അക്കൗണ്ടാണ്, വളരെ മുമ്പുള്ള ഒരു അക്കൗണ്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് തന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കെ നമ്മളപ്പം ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 3 കൂടുതൽ രജിസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മളിതിൽ കുറച്ച് കളി കളിച്ചിട്ടുണ്ട്. നിങ്ങൾ ലെവൽ കണ്ടാൽ അറിയാം, നമ്മൾ രജിസ്റ്ററിൻ്റെ അത്രയൊക്കെ ലെവൽ എത്തേണ്ടതാണ്. നമ്മൾ പഴയ അക്കൗണ്ടാണ്, കളക്ഷനൊന്നുമില്ല. അന്ന് ക്യാഷ് ഇല്ലാത്ത സമയത്തായിരുന്നു നമ്മുടെ മച്ചാൻ്റെ അക്കൗണ്ടാണിത്. അന്ന് ചെക്കൻ തുടങ്ങുന്നത്. അപ്പം ചെക്കന് പറ്റുന്ന മാതിരി ഫ്രീ ഇവൻറ്റ്സൊക്കെ കംപ്ലീറ്റ് ആക്കി, അത്യാവശ്യം ഇവൻറ്റ്സൊക്കെ കംപ്ലീറ്റ് ആക്കി കയ്യിൽ വെച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ അക്കൗണ്ട് സെയിലിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു 3 പ്രാവശ്യം തന്നെ രജിസ്റ്ററിനപ്പുറം കളിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ലെവൽ അക്കൗണ്ടാണ് പറയാൻ കാരണം തന്നെ അതാണ്. ഇത് വളരെ ഓൾഡ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ലെവൽ നോക്കേണ്ട, നമ്മൾ കളിക്കാത്തത് കൊണ്ടാണ് ലെവൽ അപ്പാവാത്തത്. വളരെ ഓൾഡ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളപ്പം കളിക്കാൻ വരുന്ന പ്ലേയേഴ്സ് വളരെ ഓൾഡ് പ്ലേയേഴ്സേക്കും, അവരിപ്പോൾ നമുക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത ലെവൽ പ്ലേയേഴ്സേക്കൊക്കെയായിരിക്കും വരിക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ തംബ്നെയിലിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഈ അക്കൗണ്ടിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ അടുത്ത് കളിച്ചപ്പോൾ നമുക്ക് രജിസ്റ്ററിൻ്റെ അപ്പുറം കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ മച്ചാൻ്റെ അക്കൗണ്ടായിട്ട് മച്ചാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കൊടുക്കുന്നത്.
അപ്പോൾ ആർക്കെങ്കിലും ഈ അക്കൗണ്ട് വാങ്ങണം, പർച്ചേസ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. അപ്പം ഒന്നും പറയാനില്ല, വേറെ കിടുക്കാച്ചി കളക്ഷനാണ്, നമുക്ക് ഫുള്ള് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ജേഴ്സി അങ്ങനത്തെ ഒക്കെ വേറെ ലെവൽ സാധനങ്ങളുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും മെസ്സേജ് അയക്കുക.